ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തന്ത്രിയുടെ ജാമ്യ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉത്തരവിലെ പരാമർശങ്ങൾ കേസിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് SIT കടക്കുന്നത്. ജാമ്യ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിലിപ്പോൾ നിയമോപദേശം ഉൾപ്പെടെ തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സൂചിപ്പിച്ചതുപോലെ ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ കേസിൽ തിരിച്ചടിയാകും എന്നുള്ളൊരു സംശയം, അങ്ങനെയൊരു വിലയിരുത്തലാണ് SITയുടെ മുന്നിലുള്ളത്. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അമൃത, കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയുടെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നത്. അതിൽ SITയെ വലിയ രീതിയിൽ വിമർശിക്കുകയും ഈ കേസിൽ തന്ത്രിക്കെതിരെ തെളിവുകളില്ല തുടങ്ങിയ പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്ന് SITക്കെതിരെ വന്നിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകുന്നു, ഈ ഉത്തരവ് അന്വേഷണത്തെ മുന്നോട്ട് പോക്കിന് ബാധിക്കുമെന്ന പ്രാഥമിക വിലയിരുത്തലാണ് SITക്കുള്ളത്. പ്രത്യേകിച്ച് ഇത്തരം പരാമർശങ്ങളുള്ള സ്ഥിതിക്ക് തന്ത്രിക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാനാകും. അങ്ങനെയെങ്കിൽ ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിയിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷെ അങ്ങനൊരു പ്രയർ മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഉത്തരവ് റദ്ദു ചെയ്യണം എന്ന ആവശ്യമാണ് പെറ്റീഷനിലൂടെ മുന്നോട്ട് വെക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ DGPയുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന് നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് SITയുടെ ഒരു തീരുമാനം. അത് തന്ത്രിയുടെ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ കേസിലേറെ ബാധിക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ തീരുമാനത്തിലേക്ക് SIT. വിഷ്ണു, ഇതിപ്പോൾ നിയമോപദേശം തേടി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോവുക അത് എത്രത്തോളം സാധ്യമാണ്? അമൃത, അതായത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ഈ പരാമർശങ്ങൾ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത്തരത്തിലൊരു മറുപടി ഇവിടെ നിന്ന് DGPയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും. അത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആ മുന്നോട്ട് പോക്കിനെ ബാധിക്കും എന്നൊരു മറുപടിയാണ് DGPയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതെങ്കിൽ ഉറപ്പായും അത് റദ്ദു ചെയ്യണം, ജാമ്യ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന ആവശ്യവുമായി SIT ഹൈക്കോടതിയിലേക്ക് എത്തും. അതല്ല, കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ല ആ പരാമർശങ്ങൾ എന്ന മറുപടിയാണ് ലഭിച്ചതെങ്കിൽ മറ്റു നടപടികളൊന്നും സ്വീകരിക്കില്ല. പക്ഷേ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും എന്ന് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. നിയമവിദഗ്ധരടക്കം സൂചിപ്പിക്കുന്നതും ഇത്തരം പരാമർശങ്ങൾ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഹർജി നൽകാൻ തന്നെയുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത്. ഒരു 2 ദിവസത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.